പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ദിനംതോറും നവീകരിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഇന്ന് തിരുവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത. വിശ്വാസത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട പ്രതിബദ്ധതയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഒത്തിരിയേറെ വിശ്വാസ ത്യാഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് നമ്മളായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തോടുണ്ടായിരിക്കേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത ഇന്ന് ഒത്തിരിയേറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ കുടുംബങ്ങൾ വളരേണ്ടത് സത്യവിശ്വാസത്തിലാണ്. നമ്മുടെ ഒരുപാട് കുടുംബങ്ങളിൽ വിശ്വാസം ഇന്ന് തകർന്ന് ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടും. നമ്മുടെ യുവജനങ്ങൾ, യുവമക്കൾ, എത്രയോ യുവജനങ്ങൾ വിശ്വാസം എന്താണെന്നറിയാതെ വിശ്വാസത്തിന് വഴിമാറി ഒരു പ്രതിബദ്ധതയുമില്ലാതെ പല ലൗകികരും ജഡീകരുമായി ജീവിക്കുന്ന അനേകം ക്രൈസ്തവ യുവമക്കൾ നമ്മുടെ സഭയിലും സമുദായത്തിലുമുണ്ട്. എല്ലായിടങ്ങളിലും വൈദികരിലും സമർപ്പിതരിൽ പോലും ഈ വിശ്വാസ ത്യാഗത്തിൻ്റെ ഒത്തിരിയേറെ പ്രവൃത്തികൾ നമുക്കിന്ന് കാണാൻ കഴിയുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഇതൊന്നും അവിചാരിതങ്ങളല്ല. ഇന്ന് ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവ വിശ്വാസമാണ്. കാരണം ഒരു മനുഷ്യന് വിശ്വാസം നഷ്ടപ്പെട്ട, വിശ്വാസം ഇല്ലാതായാൽ ആ വ്യക്തി ഏതു വിധത്തിലും നശിപ്പിക്കുവാൻ പിശാചിന് കഴിയും. പൗലോസ്ലീഹ ആത്മീയ ആയുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൾ എടുത്തു പറയുന്ന മനോഹരമായ ഒരു വെപ്പൺ, ഒരു ഡിഫെൻഡിങ്, പ്രതിരോധിക്കുവാനുള്ള ശക്തമായൊരു ആയുധമാണ്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവീൻ. വിശ്വാസത്തിൻ്റെ പരിച, നമ്മുടെ വിശ്വാസത്തെ പരിചയോടാണ് പരിശുദ്ധാത്മാവ് ഉപമിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് പരിചയയുടെ പ്രത്യേകത. അത് വളരെ ഡിഫെൻഡിങ് ആയ ഒരു വെപ്പണാണ്. കുന്തം എറിയുമ്പോൾ ഈ പരിച അത് ബ്ലോക്ക് ചെയ്യാം. വാളുകൊണ്ട് വെട്ടുമ്പോൾ പരിച കൊണ്ട് ബ്ലോക്ക് ചെയ്യാം. പല വിധത്തിലും ശത്രുവിൻ്റെ ഏത് ആക്രമണങ്ങളെയും ചെറുത്ത് നിൽക്കുവാനുള്ള ശക്തമായ ആയുധമാണ് പരിച. ഇന്ന് ദുഷ്ടപിശാച് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, നമ്മുടെ സഭയിലേക്ക്, സമൂഹത്തിലേക്കെല്ലാം വിവിധങ്ങളായ തീയമ്പുകൾ, നിരീശ്വരത്വത്തിൻ്റെ, ജഡീകതയുടെ, ലൗകികതയുടെ, സുഖലോലുഭതയുടെ, അശുദ്ധിയുടെ, അവിശ്വാസത്തിൻ്റെ ഒരുപാട് തീയമ്പുകൾ തൊടുത്തുവിടുന്നുണ്ട്. പലപ്പോഴും ഈ വിശ്വാസത്തിൻ്റെ പരിച നമ്മുടെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ട് ഈ തീയമ്പ് നമ്മുടെ മേൽ തറച്ച് അറിഞ്ഞറിയാതെയോ നമ്മിൽ ഈ ആത്മീയ അപജയങ്ങൾ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സത്യവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പരിച മറ്റേത് നാളുകളേക്കാൾ ഉപരി ദൈവജനം കൈകളിൽ എടുക്കേണ്ട നാളുകളാണിത്. വിശ്വാസം ജീവിക്കേണ്ട നാളുകൾ, സത്യവിശ്വാസം ധീരതയോടെ പ്രഘോഷിക്കേണ്ട നാളുകൾ. ഈ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കണം എന്താണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മഹത്വവും സമ്പന്നതയും എന്ന്. പരിശുദ്ധാത്മാവ് ഈ ഒരു കൃപയിലേക്കാണ് ഇന്നത്തെ ശുശ്രൂഷ വഴി നമ്മെ എല്ലാം വിളിക്കുന്നത്. ഹെബ്രായ പുസ്തകം 11-ാം അധ്യായം 24-ാം തിരുവചനം. മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകളെന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം നിഷേധിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം മോശ നിഷേധിച്ചു. ബൈ ഫെയ്ത്ത്. വിശ്വാസം മൂലം മോശ അത് നിഷേധിക്കുകയാണ്. ആ ഉന്നതമായ പദവി നഷ്ടപ്പെടുത്തുകയാണ്. ഫറവോയുടെ കൊട്ടാരത്തിൽ ഫറവോയുടെ മകനെ പോലെ മോശ വളരുകയാണ്.
ഈജിപ്തുകാരുടെ എല്ലാ വിദ്യകളിലും മോശ നല്ല വൈദഗ്ധ്യം നേടി. നല്ല അറിവുള്ളവനായിരുന്നു, പണ്ഡിതനായിരുന്നു, വലിയ ആർക്കിടെക്റ്റ് ആയിരുന്നു. മോശ നേടാത്ത അറിവുകൾ ഉണ്ടായിരുന്നില്ല. കാരണം ഈജിപ്ത് അത്രയും വലിയ സാമ്രാജ്യമായിരുന്നു ആ നാളുകളിൽ. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം മോശ നഷ്ടപ്പെടുത്തുകയാണ്. വേണമെങ്കിൽ ഈജിപ്ത് സാമ്രാജ്യത്തിൻ്റെ അധിപനായി ഫറോവയായി മോശയ്ക്ക് മാറാമായിരുന്നു. അത്രയും സ്വാധീനമുള്ളവൻ, കഴിവുള്ളവൻ, പ്രാഗൽഭ്യമുള്ളവൻ. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് ആ നാളുകളിൽ ഫറോവയാവുക എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ. മാനുഷികമായി ചിന്തിച്ചാൽ ലോകത്തിൽ ഇതിനേക്കാൾ ഉന്നതമായ ഒരു പദവി ഇനി ലഭിക്കാനില്ല. അത്രയും ഉന്നതമായൊരു പദവിയും ആ പദവിയോട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പവർ, മണി പവർ, അതിന് അനുസൃതമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, ഈജിപ്തിൻ്റെ സൗഭാഗ്യങ്ങൾ, ഇതെല്ലാം മോശയ്ക്ക് ആവോളം ആസ്വദിക്കാമായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സത്യവചനം പഠിപ്പിക്കുകയാണ്. എന്നാൽ ഈ സുഖ സൗകര്യങ്ങൾ, തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ ഈ പദവികൾ, സ്ഥാനമാനങ്ങൾ, മാനുഷിക അംഗീകാരങ്ങൾ, സുഖലോലുപതകൾ, എല്ലാവിധത്തിലുള്ള നൈമിഷികമായിട്ടുള്ള ആഹ്ലാദങ്ങൾ, സന്തോഷങ്ങൾ, ഇതെല്ലാം വിശ്വാസം മൂലം മോശ നിഷേധിച്ചു. അവൻ നഷ്ടപ്പെടുത്തി കളയുക. എന്തുമൂലം? അറിവില്ലായ്മ മൂലമല്ല, വിശ്വാസം മൂലം. എല്ലാവരും ഉച്ചത്തിൽ അത് മാത്രം നേറ്റു പറഞ്ഞേ, വിശ്വാസം മൂലം. അൽപൂടി സ്വരത്തിൽ പറഞ്ഞ വിശ്വാസം മൂലം. പലപ്പോഴും ഈ പരിശുദ്ധ വചനം എന്നെ ഒരുപാട് പിടിച്ചു കുലുക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ. എന്തൊരു കമ്മിറ്റ്മെന്റ് ആണ് മോശ പ്രവാചകനെ വിശ്വാസത്തോടുണ്ടായിരുന്നത്. തൻ്റെ സത്യവിശ്വാസത്തെ ബാധിക്കുന്ന, തൻ്റെ വിശ്വാസത്തിൻ്റെ വീര്യം കെടുത്തിക്കളയുന്ന, തൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന സകലത്തിനോട് നോ പറയുവാനുള്ള ഒരു കമ്മിറ്റ്മെന്റ്. എൻ്റെ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഇന്ന് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തോടുള്ള സമർപ്പണമാണ്, കമ്മിറ്റ്മെൻ്റാണ്, അല്ലെങ്കിൽ പ്രതിബദ്ധതയാണ്. വിശ്വാസം മൂലം മോശ നിഷേധിച്ചു. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ വചനം വായിച്ചു കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോഴും പെട്ടെന്ന് നമ്മളത് കേട്ട് കഴിയാണ്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഇതിനു വേണ്ടി മോശ കൊടുത്തൊരു വിലയുണ്ട്. അവൻ സഹിച്ച കഷ്ടങ്ങൾ, ത്യാഗങ്ങൾ, കണ്ണുനീരുകൾ, അവൻ അനുഭവിച്ച ഒരുപാട് പ്രതിസന്ധികൾ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ, സംശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഒരുപാട് ബുദ്ധിമുട്ടി. അനേക രാത്രികളിൽ അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങളെ, ഒരു ഡിസിഷൻ എടുക്കാൻ, ഫറവയുടെ കൊട്ടാരത്തിൽ ഫറവയുടെ മകനെ പോലെ മോശ വളർന്നു വരികയാണ്. അവൻ യുവാവായി ഈജിപ്തിലെ എല്ലാ വിദ്യകളിലും അവൻ കരുത്ത് വെളിപ്പെടുത്തി. അവൻ എല്ലാ വിദ്യകളും അഭ്യസിച്ചു. എല്ലാം കൊണ്ടും ശക്തനായ ഒരു ഭരണാധികാരി. എന്നാൽ ഒരു ദിവസം വിശ്വാസത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. അത് ഒരു ദിവസം കൊണ്ടല്ല, എത്രയോ ദിവസങ്ങൾ അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു, ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, എളുപ്പമല്ല. വിശ്വാസത്തെ പ്രതി മാത്രമാണ് മോശ ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഈജിപ്തിലെ പാപസുഖങ്ങൾ അനുഭവിക്കണേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാൻ മോശ ഇഷ്ടപ്പെട്ടുവെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. എബ്രായ പുസ്തകം 11:25, നിങ്ങൾ ആ 25 വായിക്കണം. ഈജിപ്തിലെ സുഖ സൗകര്യങ്ങൾ, ഈജിപ്തിൻ്റെ സമ്പത്ത്, ഈജിപ്തിൻ്റെ സുഖലോലുപതകൾ, ഇതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെക്കാളും വലിയ ആനന്ദമായി ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ, സഹനങ്ങളിൽ പങ്കുചേരുവാൻ മോശ ആഗ്രഹിക്കുകയാണ്. 11:26 വീണ്ടും വചനം പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് മോശയ്ക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞത്? അവൻ നോക്കിയത് ഈജിപ്തിൻ്റെ സുഖങ്ങളിലേക്കല്ല. അവൻ കണ്ണുകൾ ഉയർത്തിയത് ഈജിപ്തിൻ്റെ പ്രതാപത്തിലേക്ക്, മഹത്വത്വത്തിലേക്കല്ല. തനിക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യമായ പ്രതിഫലത്തിലേക്കാണ് മോശ പ്രവാചകൻ നോക്കിയത്. ഇറ്റേണൽ റിവാർഡ്, ഇറ്റേണൽ ലൈഫ്.
നിത്യമായ പ്രതിഫലം, കർത്താവ് തരുന്ന നിത്യജീവൻ. നിത്യജീവൻ, ഇതിലേക്ക് മോശ നോക്കിയത്. ഈ ഒരൊറ്റ പ്രത്യാശ കൊണ്ട് ഇതെല്ലാം വിശ്വാസത്തെ പ്രതി നഷ്ടപ്പെടുത്തുവാൻ മോശയ്ക്ക് കഴിഞ്ഞത്. കർത്താവ് ആഗ്രഹിക്കാത്ത തെറ്റായ ബന്ധങ്ങള്, കർത്താവിൻ്റെ വചനത്തിന് ചേരാത്ത പാപശീലങ്ങള്, കൂട്ടുകെട്ടുകള്, പ്രണയബന്ധങ്ങള്, അവിഹിതപേക്ഷകള്, അശുദ്ധ ജീവിതങ്ങള്, ലോകാരൂപിയുടെ പ്രവർത്തനങ്ങള്, അവിശ്വസ്തതകള്, എൻ്റെ സഹോദരങ്ങളെ, ഇത് വിശ്വാസത്തെ പ്രതി ഉപേക്ഷിച്ച് കർത്താവായ യേശുവിനെ ഏകരക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ തീരുമാനമുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? അവർ ഉച്ചത്തിൽ ആനന്ദത്തോടെ ആമേൻ പറഞ്ഞേ. ആമേൻ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്ന കർത്താവേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ജീസസ്, ജീസസ്, ജീസസ്. ഇത് വെറും ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല. നിന്റെ ചങ്ക് നുറുങ്ങിക്കൊണ്ട് നീ പറയണം കർത്താവിൻ്റെ മുമ്പിൽ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തോടെ എന്നെ സമർപ്പണമുള്ളവനാക്കണമേ, പ്രതിബദ്ധതയുള്ളവനാക്കണമേ. എത്ര പേർക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് പറയാൻ പറ്റും? എല്ലാം നഷ്ടപ്പെടുത്തിയ മോശ. തുറന്നുവരുള്ള ഓരോ വചനവും നമ്മൾ വായിക്കണം. എബ്രായ പുസ്തകം 11-ാം അധ്യായം 35, 36, 37, 38 തിരുവചനങ്ങൾ. എത്ര ശക്തമാണ് വചനങ്ങൾ! വിശ്വാസത്തോട് ആദിമ സഭയിലെ ക്രൈസ്തവർക്കുണ്ടായിരുന്ന പ്രതിബദ്ധത. നമ്മൾ യുഗാന്ത സഭയുടെ ദൈവമക്കളാണ് നമ്മൾ. ആദിമ സഭയിലെ ക്രൈസ്തവർക്കുണ്ടായതിനേക്കാൾ ഏറെ സമർപ്പണത്തിലേക്ക് യുഗാന്ത സഭയിലെ ദൈവജനം വിശ്വാസത്തോട് പ്രതിബദ്ധതയുള്ളവരാകണം. നമ്മൾ അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കുകയാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാം വരവ് അത് അടുത്തുകൊണ്ടിരിക്കുന്നു, ആഗതമായി കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ലോക സുവിശേഷവൽക്കരണത്തിന് അത്യാവശ്യകതയുടെ ആ മണിനാദം നമ്മുടെ കാതുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എന്താ വചനം പറയുന്നത്? തിരുവചനം പറയാണ്, അവർ പരിഹാസവും ചമ്മട്ടിയടിയും കാരാഗ്രഹവാസവും അനുഭവിച്ചു. ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. ശിരസ് മുതൽ പാദം വരെ രണ്ടായി വെട്ടിമുറിക്കുക, ശരീരത്തിൽ രണ്ടായി കീറിമുറിക്കുകയാണ് വാളുകൊണ്ട്. മെച്ചപ്പെട്ട ഉദ്ധാനത്തിന് വേണ്ടി മറ്റു ചിലർ പീഡനങ്ങളിൽ രക്ഷപ്പെടാൻ കൂട്ടാക്കിയില്ല. അവർ അനേകർ അലിഞ്ഞു തിരിഞ്ഞു നടന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും വേഷം ധരിച്ചു. എൻ്റെ സഹോദരങ്ങളെ, എന്തുമാത്രമാണ് വിശ്വാസത്തെ പ്രതി ഇവർ പീഡനങ്ങൾ ഏറ്റെടുത്തത്! വിശ്വാസത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടുത്തിയ ജീവിതങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിലൂടെ നമ്മോട് വിശ്വാസത്തെ പ്രതി നഷ്ടപ്പെടുത്തിയവരെ, എല്ലാം തകർന്നു പോയവരെ, കർത്താവിനെ പ്രതി എല്ലാം നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ്. അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെന്റ്, വിശ്വാസത്തോടുണ്ടായിരുന്ന ഒരു പ്രതിബദ്ധത. ഇന്ന് വിശ്വാസം നശിക്കുമ്പോൾ, വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ വേദനയുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത്, നമ്മുടെ യുവമക്കളെ ഓർത്ത്, നമ്മുടെ സഭയെ ഓർത്ത്, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ ഓർത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആത്മഭാരമുണ്ടോ? എൻ്റെ സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിൽ ഈ വേദനയുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോടും നിന്നോടുമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. വിശ്വാസത്തോട് നമുക്കൊരു പ്രതിബദ്ധത വേണ്ടേ? അപ്പോസ്തല പ്രവർത്തനം 20-25 പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ജീവനെ ഞാൻ വിലപ്പെട്ടതായി കാണുന്നില്ല. അതിനർത്ഥം എന്താ? എൻ്റെ ജീവനേക്കാൾ എനിക്ക് വിലപ്പെട്ടത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ വിശ്വാസമാണ്. ഇതാണ് യഥാർത്ഥ ക്രൈസ്തവൻ. എൻ്റെ വിശ്വാസത്തെയാണ് ഞാൻ ആദരിക്കുന്നത്. എൻ്റെ ജീവൻ ആദരിക്കുന്നതിനേക്കാളും, എൻ്റെ ജീവനെ ബഹുമാനിക്കുന്നതിനേക്കാളും, എൻ്റെ ജീവനെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ ഫെയ്ത്ത്, എൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് രക്തസാക്ഷിത്വത്തിലൂടെ തൻ്റെ വിശ്വാസം ഏറ്റുപറയുവാൻ പൗലോസ്ലീഹ വിശ്വസ്തത കാണിച്ചത്. തൻ്റെ തലയറുത്ത് കൊന്നു. താൻ അസ്വസ്ഥനായില്ല, പതറിപ്പോയില്ല, ചഞ്ചലപ്പെട്ടില്ല.
വിശ്വാസത്തിന് വേണ്ടി പൗലോസിലേക്ക് രക്തസാക്ഷികളായി എത്രയോ രക്തസാക്ഷി ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക നാളുകളിൽ എത്രയോ നൈജീരിയയിലും എത്രയോ സിറിയയിലും എത്രയോ സ്ഥലങ്ങളിൽ ഓരോ ദിവസവും ക്രൈസ്തവ സഹോദരി സഹോദരങ്ങൾ ഇന്ന് വധിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ നൊമ്പരം ഉണ്ടാവണം. അവരെ നമ്മൾ ഓർക്കണം, അവരെ നമ്മൾ പരിരക്ഷിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ ക്രൈസ്തവ ആത്മാവിൽ സ്വരമുയർത്തണം. അവരെ നമ്മൾ സേവിക്കണം. അത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. നൈജീരിയയിൽ മാത്രം ലോകമെമ്പാടും ഇന്ന് ഒരുപാട് ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നു. ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് ഈ പീഡനങ്ങളുടെ മധ്യേ അവർ വിശ്വാസം പ്രഘോഷിക്കുന്നത് ആ വിശ്വാസത്തോടുള്ള പ്രതിബദ്ധത മൂലമാണ്, കമ്മിറ്റ്മെൻറ്റ് മൂലമാണ്. പൗലോസ് പറയുന്നില്ലേ, തിമോത്തിയോസ് 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വചനമാണ്, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, ഞാൻ നന്നായി പൊരുതി വിശ്വാസത്തിന് വേണ്ടി, ഞാൻ വിശ്വാസത്തിന് നല്ല ഓട്ടം പൂർത്തിയാക്കി, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. സഹോദരങ്ങളെ, വിശ്വാസം കാക്കണം. വിശ്വാസം നമ്മൾ കാക്കുമ്പോൾ സഹനങ്ങളുണ്ടാകും. നമ്മൾ ഒറ്റപ്പെടും, കളിയാക്കപ്പെടും, തെറ്റിദ്ധരിക്കപ്പെടും, നമ്മൾ മാറ്റി നിർത്തപ്പെടും, വിമർശിക്കപ്പെടും, അപവാദങ്ങളും അപഖ്യാതികളും നാം കേൾക്കേണ്ടി വരും. എന്നാൽ അതിൻ്റെ നടുവിലും നീ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവായ യേശു നിനക്ക് വേണ്ട പ്രതിഫലം ഒരുക്കിയിട്ടുണ്ട്. ആ പ്രതിഫലത്തിലേക്ക് നീ കണ്ണുറപ്പിക്കണം. ഈ ലോകത്തിൽ വിശ്വാസത്തെ പ്രതി ക്ലേശങ്ങളും നഷ്ടങ്ങളും സഹനങ്ങളും ദുരിതങ്ങളും കഷ്ടതകളെല്ലാം ഉണ്ടാകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, വ്യതിചലിച്ചു പോകരുത്. മനസ്സ് ചഞ്ചലപ്പെട്ട് നീ പിന്മാറിപ്പോകരുത്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ശ്രദ്ധിച്ച്, ഉറച്ചു നിൽക്കുക. നിന്റെ വിശ്വാസ ജീവിതത്തിനും വിശ്വാസത്തോടുള്ള നിന്റെ സമർപ്പണത്തിനും കർത്താവിൻ്റെ കരങ്ങളിൽ പ്രതിഫലമുണ്ട്, റിവാർഡുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, കൊരിന്ത്യർക്കാർക്ക് 1-ാമത്തെ ലേഖനം 16:13, നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഹെബ്രായ പുസ്തകം 12:2 പറയുന്നു, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ കർത്താവായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ ലോകത്തിൽ നീ വിശ്വാസത്തിൻ്റെ ഓട്ടം നടത്തുവാൻ. നമ്മളൊരു ഓട്ടത്തിലാണ്, വിശ്വാസത്തിൻ്റെ ഓട്ടത്തിലാണ് നമ്മൾ. ഈ ഓട്ടം നമ്മൾ പൂർത്തിയാക്കുന്നത് വിശ്വാസത്തിൻ്റെ നാഥനായ നമ്മുടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക്. ഒത്തിരി ക്ലേശവും സകല ഞെരുക്കൊക്കെ ഉണ്ടാവും. നഷ്ടപ്പെട്ടു പോകരുത്, ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്, മനസ്സും അടുത്ത് നീ പിന്മാറിപ്പോകരുത്. വിശ്വാസം മുറുകെ പിടിക്കുക. കൂടെ കർത്താവുണ്ട്. വിശ്വാസത്തിന് നാഥനായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്, നിന്നോടൊപ്പമുണ്ട്. അവിടുന്ന് അതിനുള്ള പ്രതിഫലം തരും. എൻ്റെ സഹോദരങ്ങളെ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിശ്വാസം കോംപ്രമൈസ് ചെയ്യരുത്. സത്യവിശ്വാസം ജീവിക്കുവാനും ഈ വിശ്വാസം പ്രഘോഷിക്കുവാനും ഈ വിശ്വാസത്തെ ഈ തലമുറയിൽ കാക്കുന്നവരായി മാറുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. മോശയെപ്പോലെ സത്യവിശ്വാസത്തിന് ചേരാത്തതിനോട് നോ പറഞ്ഞ് അതെല്ലാം വിട്ടുപേക്ഷിക്കുവാനുള്ള ഒരു പ്രതിബദ്ധത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളും നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.